ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ചിക്കൻ സമൂസയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണിത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം ഒന്നുകൂടി സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ്, അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വേവുന്നതിനായി നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെറിയ പീസാക്കി എടുക്കാം. ചിക്കൻ മാറ്റിയ ശേഷം ഇനി ആ പാനിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം ഒരു 3 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഇവിടെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർക്കാം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഒന്നുകൂടി നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വേപ്പിലയും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അല്പം മല്ലിയില കൂടി ചേർക്കാം. നമ്മുടെ സമൂസയുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇനി നമുക്ക് ഇതിലെ ഓരോ ബോളും കനം കുറച്ച് നന്നായി പരത്തിയെടുക്കാം. ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ഇനി ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് 2 സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് 4ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡ് വശം അല്പം മൈദ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച ശേഷം അല്പം മൈദ യൂസ് ചെയ്ത്
സൈഡ് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പീസ് സമൂസയും അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.